Hi all, welcome back to another session of Think Institute. I'm Febin, lead faculty at Think. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഒരു ഇമ്പോർട്ടൻറ്റ് ഡ്രോയിങ് സെഷനാണ് കൺസ്ട്രക്ഷൻ ടെക്നിക്. കൺസ്ട്രക്ഷൻ എന്നുള്ള ടേം നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം, ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ഒക്കെ. ബട്ട് നമ്മളിവിടെ കൺസ്ട്രക്ട് ചെയ്യാൻ പോകുന്നത് ഫോംസ് ആണ്. സോ സെഷനിലേക്ക് പോകാം. കൺസ്ട്രക്ഷൻ ടെക്നിക് എന്ന് പറയുന്നത് നമ്മളൊരു 3D ഒബ്ജക്റ്റിനെ, ഒരു 3D ഫോമിനെ ഒരു 2D ഫ്രെയിമിൽ വിഷ്വലൈസ് ചെയ്യാനായിട്ട് ഗൈഡ് ലൈൻസ് യൂസ് ചെയ്തിട്ട് വരയ്ക്കുന്ന ഒരു കോൺസെപ്റ്റാണ് കൺസ്ട്രക്ഷൻ ലൈൻ ടെക്നിക് എന്ന് പറയുന്നത്. ഇതിൽ മെയിൻലി നമ്മൾ യൂസ് ചെയ്യുന്നത് ആക്സോണോമെട്രിക് കോൺസെപ്റ്റുകളാണ്. എന്താണ് ആക്സോണോമെട്രി? നമ്മൾ പേഴ്സ്പെക്റ്റീവ് ടെക്നിക്സ് പഠിച്ചിട്ടുണ്ട്. നമ്മുടെ വീഡിയോയിൽ തന്നെ ഒരുപാട് പേഴ്സ്പെക്റ്റീവ് ഡ്രോയിങ്സിൻ്റെ വീഡിയോസ് ഉണ്ട്. പേഴ്സ്പെക്റ്റീവ് ഡ്രോയിങ് എന്ന് പറയുന്നത് നമ്മൾ കാണുന്ന വ്യൂവിൽ ഒരു ഒബ്ജക്റ്റ് ഡിസ്റ്റോർട്ട് ആയിട്ടൊരു പോയിന്റിൽ വാനിഷ് ചെയ്യും, അല്ലേ? നമ്മൾ റിയൽ ലൈഫിൽ ഒരു ഒബ്ജക്റ്റ് കാണുന്ന സമയത്ത്, നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് ഏതൊരു സ്പേസ് ആണെന്നുണ്ടെങ്കിലും ഒബ്ജക്റ്റ് ആണെന്നുണ്ടെങ്കിലും ഏതെങ്കിലും ഒരു പോയിന്റിൽ ഡിസ്റ്റോർട്ട് ആയിട്ട് വാനിഷ് ചെയ്യും. അതിനാണ് പെർസ്പെക്റ്റീവ്സ് എന്ന് പറയുന്നത്. ആക്സോണോമെട്രി എന്ന് പറയുന്നത് ഒബ്ജക്ട്സിനെ വാനിഷ് ചെയ്യാതെ പാരലലി പ്ലേസ് ചെയ്തുകൊണ്ട്, അതായത് ആ ഒബ്ജക്റ്റിൻ്റെ ആക്ച്വൽ പ്രപ്പോർഷൻസ് എന്താണോ അതുപോലെ തന്നെ വരയ്ക്കുന്ന കോൺസെപ്റ്റിനെയാണ് നമ്മൾ ആക്സോണോമെട്രി എന്ന് പറയുന്നത്. അതിൽ തന്നെ ഒരുപാട് കോൺസെപ്റ്റുകളുണ്ട്. മേജറായിട്ടും നമ്മൾ ഡ്രോയിങ്ങിൽ കൺസ്ട്രക്ഷൻ ലൈൻ ടെക്നിക്കിൽ യൂസ് ചെയ്യുന്നത് ഐസോമെട്രിക് ഡ്രോയിങ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ്. സോ നമ്മൾ ഇന്നിവിടെ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് ഐസോമെട്രിക് ടെക്നിക്ക് വെച്ചിട്ട് എങ്ങനെ ഫോംസിനെ കൺസ്ട്രക്ട് ചെയ്തെടുക്കാം എന്നുള്ളതാണ്. എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു ക്യൂബാണ് ഞാൻ ഇനി കൺസ്ട്രക്ട് ചെയ്ത് വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ക്യൂബിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കറിയാം, എല്ലാ സൈഡ്സും ഈക്വൽ ആണ്. ആൻഡ് ഓൾസോ എല്ലാ സൈഡ്സും ഓപ്പോസിറ്റ് സൈഡ്സ് എല്ലാം പാരലൽ ആണ്, അല്ലേ? ഈ രണ്ട് സർഫസ് പാരലലാണ്, ഈ രണ്ട് സർഫസ് പാരലലാണ്, ആൻഡ് അഗെയിൻ ഈ രണ്ട് സർഫസ് പാരലലാണ്. അപ്പോൾ ഇതിനെങ്ങനെ ഐസോമെട്രിക് ടെക്നിക്ക് വെച്ചിട്ട് വരയ്ക്കാം നോക്കാം. സോ ഐസോമെട്രിക് ടെക്നിക്ക് എന്ന് പറയുന്നത്, ഇപ്പോൾ ഞാൻ നോക്കുമ്പോൾ എനിക്ക് ഈ രണ്ട് സർഫസുകളാണ് വിസിബിൾ ആയിട്ടുള്ളത്. ആൻഡ് ഓൾസോ ടോപ്പ് സൈഡും വിസിബിൾ ആണ്. ഇതുപോലെ രണ്ട് ലാറ്ററൽ സൈഡ്സും ടോപ്പ് സൈഡ്സും വിസിബിൾ ആയിട്ട് വരയ്ക്കുന്ന ഒരു ആക്സോണോമെട്രിക് ഡ്രോയിങ് ടെക്നിക്കാണ്, ടെക്നിക്കൽ കോൺസെപ്റ്റാണ് ഐസോമെട്രിക് ഡ്രോയിങ് ടെക്നിക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ ഈ ഒരു ക്യൂബാണ് ഇവിടെ വരയ്ക്കാൻ പോകുന്നത്, കൺസ്ട്രക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനൊരു ഗൈഡ് ലൈൻ ആയിട്ടൊരു ബേസിക് ലൈൻ ഞാനിവിടെ ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ. ആൻഡ് ദെൻ ഇതിൻ്റെ ഈ വേർട്ടിക്കൽ സൈഡാണ്, ഈ ഒരു വേർട്ടിക്കൽ സൈഡാണ് ആദ്യം കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, ഞാനൊരു ഡയമെൻഷൻ കൊടുക്കുന്നുണ്ട്. ലെറ്റ്സ് ടേക്ക് 4 സെൻറ്റിമീറ്റേഴ്സ്. ഓക്കെ, 4 സെൻറ്റിമീറ്റേഴ്സ് ആണ് ഞാൻ ഡയമെൻഷൻ എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ എക്സാക്ട് ഡയമെൻഷൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ദെൻ ഇവിടെ നമ്മൾ രണ്ട് സൈഡിൽ നിന്നും 30 ഡിഗ്രീസ് ആണ് യൂഷ്വലി ഐസോമെട്രിക് കോൺസെപ്റ്റിൽ എടുക്കാറുള്ളത്. നമ്മൾ ഫ്രീ ഹാൻഡ് ആയിട്ട് വരയ്ക്കുമ്പോൾ 30 ഡിഗ്രി ഒന്നും അളന്നെടുക്കാറില്ല. സോ ഞാനിവിടെ അപ്രോക്സിമേറ്റ് ആംഗിൾ ആണ് എടുക്കുന്നത്. ആക്യുറേറ്റ് ആയിട്ട് 30 ഡിഗ്രി അല്ല എടുക്കുന്നത്. ഒരു ഗൈഡ് ലൈൻ വരയ്ക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ് സെയിം ആംഗിൾ തന്നെ ഇവിടെ നമ്മൾ എടുത്തിട്ടുള്ള സെയിം ആംഗിൾ തന്നെ രണ്ട് ഡയറക്ഷനിലേക്കും എടുക്കാം. ഓക്കെ, പ്രോപ്പറായിട്ട് ആംഗിൾ മെഷർ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ മോർ പ്രിസൈസ് ആയിട്ടുള്ള ഡ്രോയിങ്സ് നമുക്ക് കിട്ടും. ഇവിടെ നമ്മൾ 30 ഡിഗ്രി ആണ് യൂഷ്വലി നമ്മൾ എടുക്കാറ്. ഓക്കെ, സോ ഇവിടെ നമ്മൾ ഹൈറ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട് 4 സെൻറ്റിമീറ്റേഴ്സ്. അതുപോലെ തന്നെ ഇവിടെയും നമുക്ക് 4 സെൻറ്റിമീറ്റേഴ്സ് മാർക്ക് ചെയ്യാം. ഓക്കെ, അഗെയിൻ ഇവിടെയും 4 സെൻറ്റിമീറ്റേഴ്സ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ലൈനിന് പാരലായിട്ട് ഇവിടെ നമുക്ക് 4 സെൻറ്റിമീറ്ററുള്ള ഒരു ലൈൻ വരയ്ക്കാം. ഓക്കെ, ഇതിന് പാരലായിട്ട് ഇവിടെ ഒരു ഗൈഡ് ലൈൻ വരയ്ക്കാം. ഓക്കെ, അപ്പോൾ അത് കണക്ട് ചെയ്യുന്ന ഈ പോയിന്റിൽ, വെർട്ടിക്കൽ ലൈനിൽ കണക്ട് ചെയ്യുന്ന ഈ ലൈൻ എന്ന് പറയുന്നത് അഗെയിൻ 4 സെൻറ്റിമീറ്റേഴ്സ് ആയിരിക്കും. അതുപോലെ തന്നെ ഇവിടെയും നമ്മൾ കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞാൽ, പാരലായിട്ട് ലൈൻ എടുത്തു കഴിഞ്ഞാൽ ഇതും 4 സെൻറ്റിമീറ്റേഴ്സ് ആയിരിക്കും. ഓക്കെ, ഇപ്പം നമ്മൾ വരച്ചിട്ടുള്ളത് ഈ ക്യൂബിൻ്റെ ബേസിലുള്ള ഈ ഒരു സ്ക്വയർ ആണ്. ഓക്കെ, സോ നമ്മൾ എന്താണോ ഈ സ്ക്വയറിൻ്റെ ഡയമെൻഷൻസ്, ഇത് 4 സെൻറ്റിമീറ്റേഴ്സ് ആണ്. ആൻഡ് ഓൾ സൈഡ്സ് ആർ ഈക്വൽ. സ്ക്വയർ എന്ന് പറയുമ്പോൾ എല്ലാ സൈഡ്സും ഈക്വൽ ആയിരിക്കും. ഈ 4 സൈഡ്സ് ആണ് നമ്മളിവിടെ വരച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ 4 സൈഡ്സും 4 സെൻറ്റിമീറ്റേഴ്സ് ആയിരിക്കും. ഓക്കെ, ഇനി ഈ ബേസിനെ നമ്മൾ എക്സ്ട്രൂഡ് ചെയ്യുകയാണ് ചെയ്യുക. എക്സ്ട്രൂഡ് ചെയ്യുക എന്ന് വെച്ചാൽ എന്താണ്? ഒരു ഷേപ്പിനെ നമ്മൾ 3 ഡയമെൻഷനിലായിട്ട് നമ്മളിങ്ങനെ പൊക്കി എടുക്കുന്നതാണ് എക്സ്ട്രൂഡ് ചെയ്യുക എന്ന് പറയുക. 3D ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാണ്. സോ ബേസ് വരച്ച് കഴിഞ്ഞാൽ പിന്നെ വരയ്ക്കാനുള്ളത് ഈ 4 എഡ്ജസ് ആണ്. ഈ 4 എഡ്ജസ് ആണ്. ഓൾ ആർ ഈക്വൽ ആൻഡ് പാരലൽ, അല്ലേ? ഈ വേർട്ടിക്കലി കാണുന്ന 4 എഡ്ജസും പാരലൽ ആണ് ആൻഡ് ഓൾസോ ഈക്വൽ ആണ്. 4 സെൻറ്റിമീറ്റേഴ്സ് തന്നെ ആയിരിക്കും. അപ്പോൾ ഇവിടെ ഞാൻ വേർട്ടിക്കലി ഓൾറെഡി 4 സെൻറ്റിമീറ്റേഴ്സ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ എനിക്ക് ഇതിന് പാരലായിട്ട്, ഇപ്പോൾ വേണമെങ്കിൽ ഗൈഡ് ലൈൻസ് എടുത്തിട്ട് വരയ്ക്കാം. പാരലായിട്ട് ലൈൻസ് എടുത്തതിന് ശേഷം, ഗൈഡ് ലൈൻസ് മാർക്ക് ചെയ്തതിന് ശേഷം ഈ 4 പോയിൻ്റൊന്നും. ഓക്കെ, അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിന് പേര് കൊടുക്കാം. P1, P2, P3 ആൻഡ് P4.
ഈ 4 പോയിന്റിൽ നിന്നും 4 സെൻറ്റിമീറ്റേഴ്സ് ഈച്ച് ഹൈറ്റ് നമുക്ക് മുകളിലോട്ട് മെഷർ ചെയ്യാം. ഓക്കെ, ഇവിടെ ഞാൻ 4 സെൻറ്റിമീറ്റർ മെഷർ ചെയ്തിട്ടുണ്ട്. യെസ്. അതല്ലെങ്കിൽ നമ്മൾ ഡയറക്റ്റ്ലി ഈ ലൈനിന് പാരലലി നമ്മളിവിടെ ലൈൻ എടുത്താലും മതി. നമുക്ക് സെയിം ഈ പോയിന്റ്സിലൂടെ തന്നെ ആയിരിക്കും ഗൈഡ് ലൈൻസ് കിട്ടുന്നുണ്ടാവുക. ഓക്കെ, ഇതിന് പാരലായിട്ട് ഈ ഡയറക്ഷനിലും ഇതിന് പാരലായിട്ട് ഈ ഡയറക്ഷനിലും അതുപോലെ തന്നെ ഈ 3 ലൈൻസിന് പാരലായിട്ട് ഈ ഡയറക്ഷനിലും നമുക്ക് ലൈൻ വരയ്ക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് നമ്മുടെ ക്യൂബിൻ്റെ ഐസോമെട്രിക് ഡ്രോയിങ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്യൂബാണ് ഇവിടെ ഐസോമെട്രിക് ആയിട്ട് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. ഇത് 4 സെൻറ്റിമീറ്റർ ആണ്. എല്ലാ സൈഡ്സും നമ്മൾ മെഷർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ സൈഡ്സും 4 സെൻറ്റിമീറ്റേഴ്സ് ഈച്ചാണ് വരുന്നത്. ഓക്കെ, ഇതാണ് ഐസോമെട്രിക് ടെക്നിക് എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താണോ ഈ ക്യൂബിൻ്റെ ആക്ച്വൽ മെഷർമെൻറ്റ്സ് അത് അതുപോലെ തന്നെയാണ് നമ്മൾ ഇതിൽ വരക്കുന്നത്. ഇതൊരിക്കലും ഡിസ്റ്റൗട്ട് ചെയ്യുന്നില്ല, വാനിഷ് ആവുന്നില്ല. എത്ര ഡിസ്റ്റൻസിലേക്ക് പോയാലും ഈ ഗൈഡ് ലൈൻസ് പാരലൽ തന്നെ ആയിരിക്കും. ഈ 3 ലൈൻസാണ് ഇവിടെ പാരലലി വരുന്നത്. അതുപോലെ ഈ 3 ലൈൻസാണ് ഇവിടെ പാരലലി വരുന്നത്. ഓക്കെ, ദെൻ വേർട്ടിക്കൽ ലൈൻസും എപ്പോഴും പാരലലായിരിക്കും. ഓക്കെ, ഇനി ഞാനിതിൻ്റെ വിസിബിൾ എഡ്ജസിനൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാം. ബിക്കോസ് ഞാനിപ്പോൾ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളതിൻ്റെ സ്കെലിട്ടൺ ആണ്. അതിൽ നമുക്ക് ഇൻവിസിബിൾ എഡ്ജസും വിസിബിൾ ആണല്ലോ. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ 3 ലൈൻസ് എന്ന് പറയുന്നത് ഇതിൻ്റെ ബാക്ക് സൈഡിലുള്ള എഡ്ജസ് ആണ്. അതായത് ഇവിടെ ഈ കാണുന്ന നമുക്ക് കാണാൻ പറ്റാത്ത എഡ്ജസ് ആണ് ഇവിടെ വരച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു ഒബ്ജക്റ്റിൽ എത്ര എഡ്ജസ് ഉണ്ടോ അതെല്ലാം നമ്മൾ കൺസ്ട്രക്ഷൻ ലൈനിൽ വരയ്ക്കും. ഓക്കെ, ഇൻവിസിബിൾ ആയിട്ടുള്ള എഡ്ജസ് നമ്മൾ വരയ്ക്കും. ഇനി വിസിബിൾ എഡ്ജസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ മറ്റൊരു കളർ വെച്ചിട്ട് വിസിബിൾ ആയിട്ടുള്ള എഡ്ജസിനെ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഈ 3 ഞാനിത് ഇവിടെ പ്ലേസ് ചെയ്യുന്ന സമയത്ത് ഈ 3 വെർട്ടിക്കൽ ലൈൻസ് എനിക്ക് വിസിബിൾ ആണ്. അതുപോലെ തന്നെ ബോട്ടം സൈഡിൽ ഈ 2 ലൈൻസാണ് എനിക്ക് വിസിബിൾ ആയിട്ടുള്ളത്. ഒരിക്കലും ഈ ലൈൻസ് എനിക്ക് വിസിബിൾ അല്ല, ബിക്കോസ് അത് ബാക്ക് സൈഡിലാണ്. ആൻഡ് ഓൾസോ ടോപ്പ് സൈഡിലെ 4 എഡ്ജസും എനിക്ക് വിസിബിൾ ആണ്. ഓക്കെ, ഇവിടെ ഈ 4 എഡ്ജസും എനിക്ക് വിസിബിൾ ആണ്. യെസ്, ക്ലിയർ അല്ലേ? ഇവിടെ ഞാൻ വരച്ചിട്ടുള്ളതാണ് ഐസോമെട്രിക് ഡ്രോയിങ്ങിലുള്ള ഒരു ക്യൂബ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് വിസിബിൾ ആയിട്ടുള്ള എഡ്ജസ് എന്ന് പറയുന്ന സർഫസസ് എന്ന് പറയുന്നത്, ഇവിടെ ഒരു സർഫസ് വിസിബിൾ ആണ്, ഇവിടെ ഒരു ടോപ്പ് സർഫസ് വിസിബിൾ ആണ്, ആൻഡ് അഗെയിൻ ഇവിടെ ആയിട്ട് ഒരു സർഫസ് കൂടെ വിസിബിൾ ആണ്. ഓക്കെ, യെസ്, ഇതിൻ്റെ എല്ലാം സൈഡ് ഡയമെൻഷൻ വരുന്നത് 4 സെൻറ്റിമീറ്റേഴ്സ് ആണ്. ഇതാണ് ഒരു ക്യൂബിൻ്റെ ഐസോമെട്രിക് ഡ്രോയിങ്. ഇനി നമുക്ക് ഈ ക്യൂബ് വരച്ചതുപോലെ മറ്റുള്ള ഷേപ്സ് എങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്യാൻ നോക്കാം. ക്യൂബിൻ്റെ സെയിം മെത്തേഡ് തന്നെയാണ് നമ്മളൊരു ക്യൂബോർഡിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ഇവിടെയും ഞാൻ ഈ ക്യൂബോർഡിൻ്റെ ആക്ച്വൽ ഡയമെൻഷൻസ് വെച്ചിട്ട് തന്നെയാണ് വരക്കാൻ പോകുന്നത്. സോ കുറച്ചുകൂടെ നമുക്ക് റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അഗെയിൻ സെയിം പ്രോസസ്സാണ്. ഒരു ബേസ് ലൈൻ വരക്കുന്നുണ്ട് ഫോർ റെഫറൻസ്. ഈ ബേസ് ലൈൻ നമ്മൾ വരക്കുന്നത് നമ്മുടെ പേജിന് പാരലായിട്ടായിരിക്കും. അതിന് റെഫറൻസ് എടുത്തിട്ടാണ് നമ്മൾ ബാക്കിയെല്ലാം കൺസ്ട്രക്ട് ചെയ്യുന്നത്. സോ സെയിം ഇതിൻ്റെ ഹൈറ്റ് ഇവിടെ ജസ്റ്റ് ഒന്ന് ഗൈഡ് ലൈൻ മാർക്ക് ചെയ്യുന്നുണ്ട്. ആൻഡ് 30 ഡിഗ്രി ഞാനിവിടെ റഫായിട്ടാണ് എടുക്കുന്നത്. 30 ഡിഗ്രി നിങ്ങൾക്ക് വേണമെങ്കിൽ മെഷർ ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ ഗൈഡ് ലൈൻസ് കൊടുത്തിട്ടുണ്ട്. ബോത്ത് ആംഗിൾസ് ആർ ഈക്വൽ. ഓക്കെ, ആൻഡ് ദെൻ ഇതിന് പാരലായിട്ട് ഇവിടെ ഞാൻ മെഷർമെൻറ്റ് പ്രോപ്പറായിട്ട് ഇതിൻ്റെ 4 സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ ഒരു സൈഡ് വരുന്നത്. അപ്പോൾ ആ ഒരു 4 സെൻറ്റിമീറ്ററിന് ഇവിടെ മെഷർ ചെയ്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. ദെൻ ഇവിടെ ഈ ഗൈഡ് ലൈനിന് പാരലായിട്ട് ഒരു ഗൈഡ് ലൈൻ നമുക്ക് വരക്കാം. ഓക്കെ, ആൻഡ് ദെൻ ഇവിടെ ഇതിൻ്റെ ലെങ്ത്ത് കറക്റ്റായിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. 8 സെൻറ്റിമീറ്റേഴ്സ് ആണ് ഇതിൻ്റെ ലെങ്ത്ത് ഞാൻ എടുക്കുന്നത്. ഓക്കെ, ദെൻ ഈ 8 സെൻറ്റിമീറ്റേഴ്സ് എടുത്തിട്ട് ഇവിടെ ഈ ലൈനിന് പാരലായിട്ട്, അതല്ലെങ്കിൽ നമുക്ക് ഇവിടെ 8 സെൻറ്റിമീറ്റേഴ്സ് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കിട്ടും. ഓർ ഈ ലൈനിന് പാരലായിട്ട് ഇവിടെ ലൈൻ വരച്ചാലും മതി. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത് ഈ കീബോർഡിൻ്റെ ബോട്ടം സർഫസ് ആണ്. ഈ റെക്റ്റാങ്കിളാണ് ഇവിടെ 3Dയിൽ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, 3 ഡയമെൻഷനിലായിട്ട് നമ്മൾ കാണുമ്പോൾ ആ ഒരു റെക്റ്റാങ്കിൾ ഈ ഒരു ഷേപ്പിലായിരിക്കും വരുന്നുണ്ടാവും. സോ ഇവിടെ നമുക്കറിയാം ഈ 2 പോയിൻറ്റ്സ് മീറ്റ് ചെയ്തത് ഈ വെർട്ടിക്കൽ ലൈനിലായിരുന്നു. അതിന് റീസൺ എന്ന് പറയുന്നത് ഈക്വൽ സൈഡ്സ് ആയതുകൊണ്ടാണ്. ബട്ട് ഇവിടെ ബേസിക് റെക്റ്റാങ്കിളിൻ്റെ സൈഡ്സ് ഡിഫറെൻ്റ് ആണ്. ഇത് 4ഉം ഇത് 8ഉം ആണ്. നമ്മൾ മെഷർ ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം, ഇത് 4 ആയിരിക്കും, ഇത് 4 ആണ്. ആൻഡ് ബോത്ത് ദീസ് സൈഡ്സ് ആർ
8 സെൻറ്റിമീറ്റേഴ്സ്. അപ്പോൾ നമുക്ക് ബേസ് കൺസ്ട്രക്ട് ചെയ്ത് ഇതിനെ എക്സ്ട്രൂഡ് ചെയ്യാം. വെർട്ടിക്കലി നേരത്തെ പറഞ്ഞ സെയിം കോൺസെപ്റ്റ് തന്നെയാണ്. 4 വേർട്ടെക്സ് ഒന്നും പാരലൽ ആയിട്ടുള്ള വേർട്ടിക്കൽ ലൈൻസ് നമുക്ക് വരയ്ക്കാം. എന്നിട്ട് നമ്മുടെ കീബോർഡിൻ്റെ ഹൈറ്റ് അഗെയിൻ 4 സെൻറ്റിമീറ്റർ തന്നെയാണ്. ആ 4 സെൻറ്റിമീറ്ററിൽ നമുക്കിവിടെ മാർക്ക് ചെയ്യാം. അഗെയിൻ 4 സെൻറ്റിമീറ്ററിൽ മാർക്ക് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഇതിൻ്റെ പാരലൽ ലൈൻ കീപ്പ് ചെയ്തിട്ട് ക്രോസ് ചെക്ക് ചെയ്യുക കറക്റ്റ് തന്നെയാണോ എന്നുള്ളത്. ഇതേപോലെ ഇവിടെ പാരലൽ ലൈൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ സെയിം 4 സെൻറ്റിമീറ്റർ ഹൈറ്റുള്ള പോർഷൻ നമുക്കിവിടെ കിട്ടും. ഇനി ഇതിന് പാരലായിട്ട് ഇവിടെ കറക്റ്റ് 4 സെൻറ്റിമീറ്റേഴ്സ് മാർക്ക് ചെയ്യുക. ആൻഡ് അഗെയിൻ ഇത് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ സൈഡിന് പാരലായിട്ട് ഇവിടെ ലൈൻസ് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ഒരു കീബോർഡിൻ്റെ സ്കെലിട്ടൺ നമ്മളിവിടെ വരച്ചിട്ടുണ്ട്. അതിൻ്റെ ഹിഡൻ ലൈൻസും കാണിച്ചിട്ടുണ്ട്. ഇനി വിസിബിൾ എഡ്ജസ്, നമ്മളിപ്പോൾ കാണുന്ന എഡ്ജസ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, ഓക്കെ, ഇതാണ് ഈ ഒരു കീബോർഡിൻ്റെ ഐസോമെട്രിക് ഡ്രോയിങ് എന്ന് പറയുന്നത്. അപ്പോൾ അഗെയിൻ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണോ ആക്ച്വൽ മെഷർമെൻറ്റ്സ് അത് തന്നെയാണ് നമ്മൾ വരയ്ക്കുന്നത്. ഇനിയിപ്പോൾ സ്കെയിൽ ഡൗൺ ചെയ്ത് ചെറുതാക്കിയിട്ടാണ് വരയ്ക്കുന്നതെങ്കിൽ പോലും സെയിം പ്രപ്പോർഷൻസ് ആണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക. ഓക്കെ, ഒരിക്കലും ഈ ലൈൻസ് എന്ത് ചെയ്യുന്നില്ല, വാനിഷ് ചെയ്യുന്നില്ല. ഒരു ഡയറക്ഷനിലും ലൈൻസ് വാനിഷ് ചെയ്യുന്നില്ല. എല്ലാ ഡയറക്ഷനിലെയും ലൈൻസ് എന്ന് പറയുന്നത് പാരലൽ ആയിരിക്കും. ഓക്കെ, ഇവിടെ ഈ ഒരു സർഫസ് നമുക്ക് വിസിബിൾ ആണ്. ആൻഡ് അഗെയിൻ ഈ ഒരു ടോപ്പ് സൈഡ് സർഫസ് നമുക്ക് വിസിബിൾ ആണ്. ഓക്കെ, ആൻഡ് ഓൾസോ ഇതുപോലെ തന്നെ ഈ ഒരു സർഫസ് പോലെ തന്നെ ഇവിടുത്തെ ഈ ഒരു സൈഡ് സർഫസ് നമുക്ക് വിസിബിൾ ആണ്. ഓക്കെ, സോ ഐസോമെട്രിക് ഡ്രോയിങ്ങിൽ എപ്പോഴും നമുക്കിതുപോലെ 2 ലാറ്ററൽ സൈഡ്സും ഒരു ടോപ്പ് സൈഡായിരിക്കും കാണാനായിട്ട് പറ്റുന്നുണ്ടാവും. ഓക്കെ, ഇനി ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഷേപ്പാണ് സിലിണ്ടർ. നമ്മൾ ക്ലാസ്സസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ആദ്യം ഞാൻ വരപ്പിക്കാറ് സിലിണ്ടറാണ്. സോ സിലിണ്ടർ വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരാൾക്ക് ബാക്കി ഷേപ്സ് ഒക്കെ വിഷ്വലൈസ് ചെയ്യാൻ കുറച്ചുകൂടി ഈസിയാണ്. ഏറ്റവും കൂടുതൽ കുട്ടികൾ സ്റ്റാർട്ടിങ്ങിൽ കൂടുതൽ മിസ്റ്റേക്ക് വരുത്തുന്നത് സിലിണ്ടർ വരക്കുന്നതിലാണ്. അധിക പേരും ഞാൻ കണ്ടിട്ടുള്ളത് സിലിണ്ടർ വരക്കുന്നത് ഈ ഒരു മോഡിലാണ്. ഓക്കെ, അതിൻ്റെ ഒരു ടോപ്പ് സർഫസ് വരയ്ക്കും, ദെൻ വേർട്ടിക്കൽ സൈഡ് മാർക്ക് ചെയ്യും, ബേസ് സർഫസും വരയ്ക്കും. ഓക്കെ, അതായത് ഇതിൻ്റെ ടോപ്പ് സർഫസും ബോട്ടം സർഫസും വിസിബിൾ ആവുന്ന രീതിയിലാണ് പൊതുവെ സിലിണ്ടർ വരയ്ക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളത്. അത് കറക്റ്റാണോ? നമുക്ക് നോക്കാം. ഞാനിവിടെ ഈ ഒരു സിലിണ്ടർ കാണിക്കുന്നുണ്ട് അല്ലേ, ഇത് ഞാൻ പല രീതിയിൽ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. സോ ഏതെങ്കിലും ഒരു പോയിന്റിൽ നിങ്ങൾക്ക് ഇതിൻ്റെ 2 സർഫസസ് വിസിബിൾ ആവുന്നുണ്ടോ? അതായത് ഈ സിലിണ്ടറിൻ്റെ 2 സർക്കിൾസ് ഏതെങ്കിലും ഒരു പോയിന്റിൽ വിസിബിൾ ആവുന്നുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. ബിക്കോസ് ഇത് രണ്ടും പാരലൽ ആണ്. ഒരിക്കലും പാരലൽ ആയിട്ടുള്ള 2 സർഫസുകൾ നമുക്ക് ഒരു വ്യൂവിൽ കാണാൻ പറ്റത്തില്ല. ഇപ്പോൾ ഈ ഒരു ക്യൂബിൻ്റെ 2 സൈഡ്സ്, ഈ ഒരു ബോത്ത് സൈഡ്സ് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു സിംഗിൾ വ്യൂവിൽ വിസിബിൾ ആയിരിക്കില്ല. എയ്തർ ദിസ് സൈഡ് ഓർ ദിസ് സൈഡ്. അതുപോലെ തന്നെ സിലിണ്ടറിൻ്റെ ഒന്നുകിൽ നമ്മൾ കാണുന്നത് അതിൻ്റെ ടോപ്പ് സൈഡ് ആയിരിക്കും, അതല്ലെങ്കിൽ അതിൻ്റെ ബോട്ടം സൈഡ് ആയിരിക്കും. ഓക്കെ, സോ നമുക്ക് നോക്കാം എങ്ങനെയാണ് ടെക്നിക്കലി ഒരു സിലിണ്ടർ കൺസ്ട്രക്ട് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ സിലിണ്ടർ കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് ബോക്സ് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ ക്യൂബും ക്യൂബോയിഡും എങ്ങനെയാണോ കൺസ്ട്രക്ട് ചെയ്തത് സെയിം മെത്തേഡിലാണ് നമ്മൾ ഒരു സിലിണ്ടർ കൺസ്ട്രക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ അഗെയിൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ സിലിണ്ടറിൻ്റെ ആക്ച്വൽ മെഷർമെൻറ്റ്സ് വരുന്ന സെയിം ഡയമെൻഷൻസ് വരുന്ന സിലിണ്ടറാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡയമീറ്റർ വരുന്നത് 4 സെൻറ്റിമീറ്റേഴ്സ് ആണ്, ഹൈറ്റ് വരുന്നത് 8 ആണ്. സോ നേരത്തെ ചെയ്ത പോലെ തന്നെ ഞാനിവിടെ ഒരു ബേസ് ലൈൻ മാർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഫോർ റെഫറൻസ്. ദെൻ നേരത്തെ ചെയ്ത പോലെ ഞാനൊരു ക്യൂബോയിഡാണ് ആദ്യം കൺസ്ട്രക്ട് ചെയ്യാൻ പോകുന്നത്. ഒരു ക്യൂബോയിഡിൻ്റെ അകത്താണ് ഒരു സിലിണ്ടർ കൺസ്ട്രക്ട് ചെയ്യുക. അതിൻ്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഒരു സർക്കിളിനെ, ഓക്കെ, ഒരു സർക്കിളിനെ നമുക്കൊരു സ്ക്വയറിനകത്ത്, ഓക്കെ, അപ്പോൾ ഇതുപോലെ ഒരു സ്ക്വയറിനകത്ത് നമുക്ക് ഇൻസ്ക്രൈബ് ചെയ്യാനായിട്ട് പറ്റും അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു സിലിണ്ടറിൻ്റെ ഇവിടെ ആയിട്ട് ഒരു സ്ക്വയർ അസ്യൂം ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ 3 ഡയമെൻഷനലി നമുക്കൊരു ക്യൂബോയിഡിൻ്റെ അകത്ത് ബേസും ടോപ്പും സ്ക്വയർ ആയിട്ടുള്ള ഒരു ക്യൂബോയിഡിൻ്റെ അകത്ത് ഒരു സിലിണ്ടറിനെ ഇൻസ്ക്രൈബ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഒരു ക്യൂബോയിഡ് വരച്ചാൽ നമുക്ക് ഈസിലി ഒരു സിലിണ്ടർ വരയ്ക്കാനായിട്ട് പറ്റും. സോ നമുക്ക് നോക്കാം എങ്ങനെയാണ് വരയ്ക്കുക എന്നുള്ളത്. അപ്പോൾ ഇവിടെ ഞാൻ ഹൈറ്റ് മാർക്ക് ചെയ്യുന്നുണ്ട്. 8 സെൻറ്റിമീറ്റേഴ്സ് ആണ് എൻ്റെ സിലിണ്ടറിൻ്റെ ഹൈറ്റ് വരുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2 സൈഡിലേക്കും അപ്രോക്സിമേറ്റ്ലി
30 ഡിഗ്രീസ് മാർക്ക് ചെയ്തതിന് ശേഷം അവിടെ സിലിണ്ടറിൻ്റെ ഡയമീറ്റർ ആയിട്ടുള്ള 4 സെൻറ്റിമീറ്റർ ആണ് ഞാൻ മാർക്ക് ചെയ്യുന്നത്. ഡയമീറ്റർ എടുക്കാൻ കാരണം ക്യൂബോയിഡിൻ്റെ സൈഡായിട്ട് നമ്മൾ എടുക്കേണ്ടത് സിലിണ്ടറിൻ്റെ ഡയമീറ്റർ ആണ്. ഓക്കെ, നേരത്തെ ചെയ്ത സെയിം മെത്തേഡ് ഞാൻ റിപ്പീറ്റ് ചെയ്യാനായിട്ട് പോവാണ്. ഓക്കെ, പാരലലി ലൈൻ വരയ്ക്കുന്നു, അത് ഈ പോയിന്റിൽ വന്നിട്ട് മീറ്റ് ചെയ്യും. ദെൻ ഈ ലൈനിന് പാരലായിട്ട് ഇവിടെ നമ്മൾ ലൈൻ വരയ്ക്കുകയാണ്. അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 4 സെൻറ്റിമീറ്റേഴ്സ് ആയിരിക്കും. ദെൻ ഇതിപ്പോൾ ഈ ബേസ് ആണ് വരച്ചിട്ടുള്ളത്, ഈ സർക്കിളിന് ഇൻസ്ക്രൈബ് ചെയ്യാനുള്ള ബേസ് ആണ് വരച്ചിട്ടുള്ളത്. ഇനി ഇതിനെ ഹൈറ്റ് എടുക്കാം നമുക്ക്. ഓക്കെ, ഹൈറ്റ് എടുക്കുന്ന സമയത്ത് സിലിണ്ടറിൻ്റെ ഹൈറ്റാണ് ടോട്ടൽ ഹൈറ്റായിട്ട് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നത്. ഓക്കെ, 8 ആണ് സിലിണ്ടറിൻ്റെ ഹൈറ്റ്. ആൻഡ് ദെൻ ഇവിടെയും മാർക്ക് ചെയ്തിട്ടുണ്ട്. സോ 4 പോയിൻറ്റ്സ് എനിക്ക് കിട്ടുന്നുണ്ട്. ആൻഡ് ദെൻ അത് കണക്ട് ചെയ്യുമ്പോൾ എനിക്ക് ഈ ക്യൂബോയിഡ് കിട്ടും. ഇതുപോലെ ഞാനൊരു ക്യൂബോയിഡ് കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. ഇത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും, ഈസിയാണ്. സെയിം ആംഗിൾ എടുക്കുക. ഇതിൻ്റെ ഡയമീറ്റർ 4 സെൻറ്റിമീറ്റർ ആണ് ഈ ക്യൂബോയിഡിൻ്റെ ബേസ് സൈഡ്സ് വരുന്നത്. എല്ലാ സ്ക്വയറിൻ്റെ എല്ലാ സൈഡ്സും 4 ആണ് വരുന്നത്. ആൻഡ് ഹൈറ്റ് എല്ലാം വരുന്നത് 8 സെൻറ്റിമീറ്റേഴ്സ് ആണ്. ഇനി ഇതിൻ്റെ അകത്ത് എങ്ങനെയാണ് ഒരു സിലിണ്ടർ കൺസ്ട്രക്ട് ചെയ്ത് നോക്കാം. അപ്പം നമുക്കറിയാം, ഒരു സ്ക്വയറിൻ്റെ അകത്ത് നമ്മളൊരു സർക്കിളിനെ ഇൻസ്ക്രൈബ് ചെയ്യുമ്പോൾ ആ സർക്കിൾ ടച്ച് ചെയ്യുന്നത് ആ സ്ക്വയറിൻ്റെ സൈഡ്സിൻ്റെ സെൻറ്റർ പോയിൻറ്റ്സിനെയാണ്. ഓക്കെ, നേരെ തിരിച്ചും പറയാം, ഒരു സ്ക്വയറിൻ്റെ സൈഡ്സിൻ്റെ സെൻറ്റർ പോയിൻറ്റ്സിലൂടെ ആയിരിക്കും ഒരു ഇൻസ്ക്രൈബ്ഡ് സർക്കിൾ കടന്നു പോകുന്നുണ്ടാവാം. ആ കോൺസെപ്റ്റാണ് നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ സൈഡിൻ്റെ സെൻറ്റർ, അതായത് 2 സെൻറ്റിമീറ്ററിൽ നമ്മളിവിടെ മാർക്ക് ചെയ്യാൻ പോവാണ്. ഓക്കെ, മാർക്ക് ചെയ്തിട്ട് ബോത്ത് രണ്ട് ഭാഗത്തും 2 സെൻറ്റിമീറ്റർ ഈച്ച് മാർക്ക് ചെയ്തിട്ട് ഒരു ഇതുപോലൊരു ക്രോസ് മാർക്ക് ചെയ്തു. അതായത് ഈ സ്ക്വയർ ആണ് ഇവിടെ നമ്മൾ 3Dയിൽ വരച്ചിട്ടുള്ളത്, അതിൻ്റെ സെൻറ്റേഴ്സാണ് നമ്മളിപ്പോൾ മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇനി ഇവിടെ സ്ക്വയർ വരുന്ന പോലെ തന്നെ ഈ സെൻറ്റേഴ്സിലൂടെ കണക്ട് ചെയ്യുന്ന ഒരു ഓവൽ വരക്കാണ് നമ്മൾ ചെയ്യുക. ഇതുപോലൊരു ഓവൽ വരച്ചിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനൊരു കണക്ട് ചെയ്യുന്ന ഒരു ഓവൽ വരച്ചിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഫോർ റെഫറൻസ് ഞാനിവിടെ ഇതിൻ്റെ ഹൈറ്റ് ജസ്റ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്, ഒരു ഈസിനെസ്സിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇനി താഴെ ചെയ്ത സെയിം മെത്തേഡ്, ഇതിൻ്റെ സൈഡ്സിൻ്റെ സെൻറ്റർ എടുക്കുക, അത് പാരലലി ഓപ്പോസിറ്റ് സൈഡിലേക്ക് മാർക്ക് ചെയ്യുക. ഇതേപോലെ തന്നെ രണ്ട് ഡയറക്ഷനിലേക്കും സെൻറ്ററിലൂടെ ഹാഫ് എടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ നമുക്കിവിടെ ഈ സെൻറ്ററിലൂടെ കടന്നു പോകുന്ന ഒരു ഓവൽ വരയ്ക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇനി ഇപ്പം നമ്മൾ സിലിണ്ടർ നമ്മൾ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട് ഈ കീബോർഡിൻ്റെ അകത്ത്. ഓക്കെ, ഇനി ഇതിപ്പോൾ നമ്മൾ കൺസ്ട്രക്ട് ചെയ്തതിൽ ഗൈഡ് ലൈൻസ് ഉണ്ട്, ഇതിൻ്റെ എഡ്ജസ് ഉണ്ട്, ഇൻവിസിബിൾ എഡ്ജസ് ഉണ്ട്, ഒരുപാട് പോർഷൻസ് വരുന്നുണ്ട്. ഇനി ഇതിനെ നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. നമുക്ക് വിസിബിൾ ആയിട്ടുള്ള സർഫസ് ഏതാണെന്നുള്ളത് നോക്കാം. ഓക്കെ, ഇവിടെ ഞാൻ വിസിബിൾ സർഫസിനെ ഇതുപോലെ വിസിബിൾ സർഫസിനെ ഇത്രയും സർഫസാണ് എനിക്ക് വിസിബിൾ ആയിട്ടുള്ളത്. ഓക്കെ, ഇവിടെ എഡ്ജ് വരക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. കാരണം എന്താ, ഈ ഒരു വ്യൂവിൽ ഞാൻ ടോപ്പ് സൈഡ് കാണുന്നുണ്ടെങ്കിൽ എനിക്ക് ഒരിക്കലും ആ സിലിണ്ടറിൻ്റെ ബോട്ടം സൈഡ് കാണാൻ കഴിയില്ല. ഞാനിപ്പോൾ ഇതോടെ പ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ടോപ്പ് സൈഡും പിന്നെ ഈ രണ്ട് എഡ്ജസും മാത്രമായിരിക്കും കാണുന്നുണ്ടാവുക. ഓക്കെ, ഈ ബോട്ടം എഡ്ജിൻ്റെ കംപ്ലീറ്റ് പോർഷൻ നമുക്ക് വിസിബിൾ ആയിരിക്കില്ല. അപ്പോൾ ഒരു സിലിണ്ടറിൻ്റെ ഇതുപോലെ ടോപ്പ് പോർഷൻ, അതുപോലെ തന്നെ അതിൻ്റെ ഒരു സൈഡ് പോർഷൻ, ഇപ്പോൾ ജസ്റ്റ് ഒരു ബേസിക് ആയിട്ടൊരു 3 ഡയമെൻഷനൽ ഷെയ്ഡിങ് നമുക്ക് കൊടുക്കാം, ഒന്നുകൂടെ അത് ക്ലിയർ ആവാനായിട്ട്. ഈ രീതിയിൽ ഈ ഒരു പോർഷനും കൂടി ആയിരിക്കും നമ്മൾ കാണുന്നുണ്ടാവുക ഈ സിലിണ്ടറിൻ്റെ. ഓക്കെ, ഞാൻ ചെറിയൊരു ഷെയ്ഡ് കൊടുക്കുന്നുണ്ട് ഒരു ഡാർക്ക്നെസ് കിട്ടാൻ വേണ്ടിയിട്ട്. യെസ്, ഇതുപോലെ ഈ സിലിണ്ടറിൻ്റെ 3 ഡയമെൻഷണൽ ആയിട്ടുള്ള ഈ ഒരു ഫോം ആയിരിക്കും നമുക്ക് കിട്ടുക. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ 2 കളേഴ്സ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്, നമ്മൾ ലൈൻ വെയിറ്റ് ആണ് യൂസ് ചെയ്യുക, ഡിഫറെൻ്റ് ആയിട്ടുള്ള. അതായത് നമ്മൾ വരയ്ക്കുമ്പോൾ ഈ ഗൈഡ് ലൈൻസ് നമ്മൾ വരയ്ക്കുന്നത് ലൈൻ വെയിറ്റ് കുറച്ചിട്ട് ലൈറ്റായിട്ട് ഇതുപോലെ ജസ്റ്റ് വിസിബിൾ ആവുന്ന രീതിയിലുള്ള ലൈൻസാണ് നമ്മൾ യൂസ് ചെയ്യുക. ആൻഡ് ദെൻ ഈ വിസിബിൾ ലൈൻസ് ഹൈലൈറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ഒബ്ജക്റ്റാണോ നമുക്ക് വേണ്ടത് അതിൻ്റെ എഡ്ജസ്, വിസിബിൾ എഡ്ജസ് മാത്രം നമ്മൾ ഡാർക്കായിട്ട് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക.
ഓക്കെ. അടുത്തതായിട്ട് നമുക്കിനി മറ്റ് ഷേപ്സ് കൂടെ എങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. സോ ഞാനൊരു പിരമിഡാണ് അടുത്തായിട്ട് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഓൾസോ കോണും ഏകദേശം സെയിം കോൺസെപ്റ്റ് തന്നെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം പിരമിഡ് നോക്കാം. അപ്പോൾ നേരത്തെ ഞാൻ വരച്ച ക്യൂബോയിഡാണ് ഞാനിപ്പോൾ എടുക്കാൻ പോകുന്നത് റെഫറൻസ് ആയിട്ട്. ഓക്കെ. കാരണം ഈ ക്യൂബോയിഡ് കൺസ്ട്രക്ട് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഈസിലി ഈ പിരമിഡ് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് പറ്റും. അതായത് ഈ പിരമിഡിൻ്റെ ബേസ് എന്ന് പറയുന്നത് എന്താണ്? സ്ക്വയർ ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു നേരത്തെ നമ്മൾ എടുത്തിട്ടുള്ള ഈ ക്യൂബിൻ്റെ കറക്റ്റ് സൈഡ്സിൽ നമുക്കിത് പ്ലേസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. അപ്പോൾ അതേ കോൺസെപ്റ്റ് വെച്ചിട്ട് നമ്മൾ ഇതിൻ്റെ ബേസ് ആണ് ആദ്യം കൺസ്ട്രക്ട് ചെയ്യാൻ പോകുന്നത്. നേരത്തെ പറഞ്ഞിട്ടുള്ള സെയിം കോൺസെപ്റ്റ് വെച്ചിട്ട്. ഓക്കെ. എന്നിട്ട് എങ്ങനെയാണത് പിരമിഡാക്കി മാറ്റുന്നതെന്ന് നോക്കാം. ഇത് വളരെ ഈസി ആയിട്ടുള്ളൊരു കോൺസെപ്റ്റ് ആണ്. സോ ആദ്യം നമ്മൾ ഇതുപോലെ തന്നെ ബേസ് നേരത്തെ ചെയ്ത പോലെ തന്നെ ബേസ്. ഓക്കെ. ഇവിടെ എൻ്റെ ടോട്ടൽ പിരമിഡിൻ്റെ ഹൈറ്റ് വരുന്നത് അഗെയിൻ 8 സെൻറ്റിമീറ്റേഴ്സാണ് ഞാൻ എടുക്കുന്നത്. 8 സെൻറ്റിമീറ്റേഴ്സ് ഹൈറ്റിൽ ഞാനൊരു ലൈൻ വരച്ചിട്ടുണ്ട്. സെയിം കോൺസെപ്റ്റ് റിപ്പീറ്റ്. ഓക്കെ. 4 സെൻറ്റിമീറ്റേഴ്സിൽ ബേസ് എടുത്തു. സൈഡ് 4 തന്നെയാണ് വരുന്നത്. യെസ്. 4 സെൻറ്റിമീറ്റേഴ്സിൽ ഈക്വൽ ആംഗിളിൽ സൈഡ്സ് മാർക്ക് ചെയ്തതിന് ശേഷം യെസ് പാരലലി ലൈൻസ് മാർക്ക് ചെയ്യുക. ഓക്കെ. ഇവിടെ നമുക്ക് പാരലലി 2 ലൈൻസും അതുപോലെ തന്നെ പാരലലി ഈ 2 ലൈൻസും വരുന്നുണ്ട്. അപ്പോൾ ഇത് ഈ ഒരു പിരമിഡിൻ്റെ ബേസ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഇതെല്ലാം 4 സെൻറ്റിമീറ്റേഴ്സ് ഈച്ച് ആണ്. ബിക്കോസ് ഇത് സ്ക്വയർ ആണ് അല്ലേ. ഇനി ഇതിൻ്റെ ഹൈറ്റ് എടുക്കാനായിട്ട് ഇവിടെ നമ്മൾ ഈ ക്യൂബോയിഡിനെ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് ആദ്യം. ഓക്കെ. നമ്മൾ ആദ്യം ഈ ഒരു ക്യൂബോയിഡിനെ കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ. അതിനുശേഷം ബേസിന് പാരലൽ ആയിക്കൊണ്ട് തന്നെ ബാക്കി പോർഷൻസ് കൂടെ കൺസ്ട്രക്ട് ചെയ്തെടുക്കാം. ഓക്കെ. ഇനി ഇവിടെ നമുക്ക് ആക്ച്വലി താഴെ ഈ 4 എഡ്ജസ് വരുന്നുണ്ട്. ബട്ട് ടോപ്പിൽ നമുക്കാകെ ഈ ഒരു പോയിന്റ് മാത്രമാണ് വരുന്നത്. ആ പോയിന്റ് എവിടെയായിരിക്കും ഉണ്ടാവുക? ആ പോയിന്റ് എന്ന് പറയുന്നത് ഈ ബേസിൻ്റെ സെൻറ്ററിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും അല്ലേ. അതായത് ടോപ്പ് സൈഡ് ഈ ഒരു ഇതിൻ്റെ സെൻറ്ററിലായിരിക്കും. അപ്പോൾ ഒരു സ്ക്വയറിൻ്റെ സെൻറ്റർ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? അതിൻ്റെ ഡയഗണൽ മാർക്ക് ചെയ്താൽ മതി. സെയിം കോൺസെപ്റ്റ് പ്രകാരം ഇതിൻ്റെ ടോപ്പ് സൈഡിലുള്ള വേർട്ടിസസ് ജോയിൻ ചെയ്തിട്ട് 2 ഡയഗണൽസ് മാർക്ക് ചെയ്താൽ നമുക്കിതിൻ്റെ സെൻറ്റർ കിട്ടും. ഓക്കെ. ഇനി ആ സെൻറ്ററിൽ നിന്ന് ഈ സെൻറ്ററിൽ നിന്ന് താഴെയുള്ള സ്ക്വയറിൻ്റെ 4 വേർട്ടിസസിലേക്ക് ലൈൻസ് വരച്ച് കഴിഞ്ഞാൽ എന്തായി? നമ്മുടെ പിരമിഡായി. നോക്കിക്കേ. ഇതിൻ്റെ വിസിബിൾ എഡ്ജസ് ഞാനൊന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒന്നുകൂടെ ക്ലിയർ ആവും. ഓക്കെ. ഇതുപോലെ ഇത്രയും എഡ്ജസ് ആയിരിക്കും വിസിബിൾ ആയിട്ടുണ്ടാവുക. ബിക്കോസ് എനിക്കിതിൻ്റെ ബാക്ക് സൈഡ് ഒന്നും കാണുന്നില്ല, ഈ എഡ്ജ് കാണുന്നില്ല. ഐസോമെട്രിക് ആയിട്ട് ഇങ്ങനെ ആയിരിക്കും വിസിബിൾ ആയിട്ടുണ്ടാവുക. ഇതിൻ്റെ ഈ ഒരു സർഫസ് നമുക്ക് വിസിബിൾ ആയിരിക്കും. ഇവിടെ ഞാനിപ്പോൾ ലൈറ്റർ ഷെയ്ഡാണ് കൊടുക്കുന്നത്. ഈ സൈഡിൽ ഡാർക്കർ ഷെയ്ഡ് കൊടുക്കാൻ കാരണം ഞാൻ ഓൾവേസ് റൈറ്റ് സൈഡിൽ നിന്നാണ് ലൈറ്റ്സ് അസ്യൂം ചെയ്യുന്നത്. നേരത്തെ നമ്മൾ ഇതുപോലെ തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓൾവേസ് റൈറ്റ് സൈഡിൽ നിന്ന് ലൈറ്റ് അസ്യൂം ചെയ്തിട്ടാണ് ഞാൻ വരയ്ക്കുന്നത്. ഒരു കോമൺ ആംഗിൾ ഞാൻ എടുക്കുന്നത് നിങ്ങൾക്കത് ഈസിലി റിലേറ്റ് ചെയ്യാൻ പറ്റാൻ വേണ്ടിയിട്ടാണ്. സോ യെസ്. ഇതുപോലെ ഈ ഒരു സൈഡ് കമ്പാരിറ്റീവ്ലി കുറച്ച് ഡാർക്കർ ആയിരിക്കും. ഇതൊക്കെ നിങ്ങൾ ലൈറ്റ് ആൻഡ് ഷാഡോ ക്ലാസ്സുകളിൽ പഠിക്കുന്നതാണ്. യെസ്. ചെറിയൊരു ഷെയ്ഡ് കൊടുക്കുന്നുണ്ട്. ഓക്കെ. ഈ ഒരു രീതിയിലാണ് ഈ ഒരു പിരമിഡിനെ, ഒരു സ്ക്വയർ പിരമിഡിനെ നമുക്ക് കാണാൻ പറ്റുന്നത്. സെയിം കോൺസെപ്റ്റിൽ തന്നെയാണ് നമ്മൾ കോൺ വരയ്ക്കുന്നത്. പക്ഷെ കോണിൻ്റെ ബേസ് എന്ന് പറയുന്നത് എന്താണ്? സർക്കിളാണ്. അപ്പോൾ നമ്മളിവിടെ നേരത്തെ യൂസ് ചെയ്തിട്ടുള്ള ക്യൂബ് കൺസ്ട്രക്ട് ചെയ്യുന്ന ടെക്നിക്കും അതുപോലെ തന്നെ സിലിണ്ടർ കൺസ്ട്രക്ട് ചെയ്യുന്ന ടെക്നിക്ക് കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മളൊരു കോൺ കൺസ്ട്രക്ട് ചെയ്യുന്നത്. അതായത് നമ്മൾ ബേസിൽ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മളൊരു ഒരു സ്ക്വയറിനെ 3 ഡയമെൻഷനായിട്ട് കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ 4 സെൻറ്റിമീറ്റർ സൈഡ് തന്നെയാണ് എടുക്കുന്നത്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഡയമീറ്റർ വരുന്നത് ഈക്വലാണ്. കോണിൻ്റെയും ഡയമീറ്റർ വരുന്നത് 4 സെൻറ്റിമീറ്റർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ 4 സെൻറ്റിമീറ്റർ സൈഡ് വരുന്ന ഒരു ക്യൂബോയിഡാണ് നമ്മൾ ആദ്യം കൺസ്ട്രക്ട് ചെയ്യുന്നത്.
ക്യൂബോയിഡിൻ്റെ ബേസാണ് നമ്മൾ ഫസ്റ്റായിട്ട് കൺസ്ട്രക്ട് ചെയ്യേണ്ടത്. യെസ്, ഇതുപോലൊരു ബേസാണ് എനിക്ക് കിട്ടുക ക്യൂബോയിഡിന്. ഓക്കെ, ആൻഡ് ദെൻ അതിന് നമ്മൾ എന്ത് ചെയ്യുക, എലിവേറ്റ് ചെയ്യുക, നേരെ മുകളിലോട്ട് എക്സ്ട്രൂഡ് ചെയ്യുക. എക്സ്ട്രൂഡ് ചെയ്യുമ്പോൾ ഇതുപോലെ 4 പോയിൻറ്റ്സ് നമുക്ക് കിട്ടും. ഇതിന് പാരലായിട്ട് വരച്ചാലും മതി. ജസ്റ്റ് പാരൽ ലൈൻസ് എടുത്തിട്ട് തന്നെ അപ്പോൾ നമുക്ക് ഐസോമെട്രിക് ഗ്രിഡൊക്കെ നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും. ഓൾറെഡി അതിൽ പാരൽ ലൈൻസ് ഉണ്ടാവും, ജസ്റ്റ് ഫോളോ ചെയ്ത് വരച്ചാൽ മതി. ഈസിലി വരക്കാൻ യൂസ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റാണ് ഐസോമെട്രിക് ഗ്രിഡ്. നമുക്ക് വാങ്ങിച്ചിട്ട് അല്ലെങ്കിൽ പ്രിൻ്റ് എടുത്തിട്ട് അതിൽ വരച്ചെടുക്കാനായിട്ട് പറ്റും. ഇനി ഇതിനെങ്ങനെ ഒരു കോണായിട്ട് മാറ്റാം? ആദ്യം അതിൻ്റെ ബേസിൽ നമുക്ക് ഈ സൈഡ്സിൻ്റെ സെൻറ്റർ പോർഷൻ കണ്ടുപിടിക്കണം. ഇപ്പോൾ ഈ 4 സെൻറ്റിമീറ്ററിൻ്റെ സെൻറ്റർ എടുത്തു, ഈ 4 സെൻറ്റിമീറ്ററിൻ്റെ സെൻറ്റർ എടുത്തു, ആൻഡ് ദെൻ അതിൻ്റെ മിഡിൽ പോർഷൻസ് ഇതുപോലെ കണക്ട് ചെയ്തതിന് ശേഷം അവിടെ ഒരു സർക്കിൾ ഞാൻ കൺസ്ട്രക്ട് ചെയ്തു. ഓക്കെ, ഈ കോൺസെപ്റ്റ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ അല്ലേ? അതായത് ഒരു സ്ക്വയറിൻ്റെ ഉള്ളിൽ ഇൻസ്ക്രൈബ് ചെയ്യുന്ന സർക്കിൾ കടന്നു പോകുന്നത് അതിൻ്റെ സൈഡ്സിൻ്റെ സെൻറ്ററിലൂടെ ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ സെൻറ്റേഴ്സ് എടുത്തിട്ട് അതിലൂടെ ഒരു ഓവൽ വരയ്ക്കുന്നത്. ഈ ഓവൽ ആക്ച്വലി സർക്കിളാണ്. നമ്മൾ ഈ ഒരു സർക്കിളിനെ 3 ഡയമെൻഷനിലായിട്ട് കാണുമ്പോൾ നമുക്കൊരു ഓവലായിട്ടാണ് ഫീൽ ചെയ്യുക. ഇനി ഈ വേർട്ടെക്സ് എന്ന് പറയുന്നത് ഈ സർക്കിളിൻ്റെ സെൻറ്ററിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. അതായത് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. അത് കണ്ടുപിടിക്കാനായിട്ട് ഈ മുകളിലത്തെ സ്ക്വയർ എന്ത് ചെയ്താൽ മതി, ഡയഗണൽ എടുക്കുമ്പോൾ ആ ഡയഗണലിൻ്റെ ഹാഫ് ആയിരിക്കും അതിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത്. ആ സെൻറ്ററിൽ നിന്ന് ഈ താഴെയുള്ള സർക്കിൾ അഥവാ ഞാൻ വരച്ചിട്ടുള്ള ഓവലിലേക്ക് ഡയഗണൽ വരക്കും നമുക്ക് എന്ത് കിട്ടും, നമ്മുടെ കോണ് കിട്ടും. അഗെയിൻ ഞാനിതിൻ്റെ വിസിബിൾ എഡ്ജസ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് തരാം. യെസ്, ഇത്ര മാത്രമായിരിക്കും വിസിബിൾ ആയിട്ടുണ്ടാവും. അവിടെ നോക്കിക്കേ, ഈ 2 എഡ്ജസ്, ദെൻ ഈ ബോട്ടം എഡ്ജിൻ്റെ ഒരു പോർഷൻ. കാരണം ഈ ബാക്ക് സൈഡ് കാണാൻ പറ്റില്ല. പലപ്പോഴും ഇതുപോലെ കോൺ വരക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. ഒരിക്കലും നമുക്കിത് ഇങ്ങനെ പിടിച്ചാൽ മാത്രമേ ഇങ്ങനെ ഒരു വ്യൂ പോസിബിൾ ആയിട്ടുള്ളൂ അല്ലേ? സ്ട്രേറ്റ് ആയിട്ട് അല്ലെങ്കിൽ പാരലലി ഒരു സർഫസിൽ നിൽക്കുന്ന ഒരു കോൺ എന്ന് പറയുമ്പോൾ അതിൻ്റെ ബോട്ടം സർഫസ് വിസിബിൾ ആയിരിക്കില്ല. ഇതുപോലെ ആയിരിക്കും വിസിബിൾ ആയിട്ടുണ്ടാവുക. അപ്പോൾ ഇവിടെ നിന്ന് ലൈറ്റ് ഹിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ലൈറ്റ് ഹിറ്റ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഈ കോണിൽ ഷെയ്ഡ്സിൽ ചെറിയ വേരിയേഷൻസ് ഉണ്ടാവും. ലൈറ്റ് ഹിറ്റ് ചെയ്യുന്ന പോർഷനിൽ ചെറുതായിട്ട് ലൈറ്റർ ഷെയ്ഡ്സ് ആയിരിക്കും വരുന്നുണ്ടാവുക. ആൻഡ് ലൈറ്റ് ഹിറ്റ് ചെയ്യാത്ത ഓപ്പോസിറ്റ് സൈഡ്സിൽ ഡാർക്കർ ഷെയ്ഡ്സ് ആയിരിക്കും. ഓക്കെ, ലൈറ്റ് ആൻഡ് ഷാഡോ കോൺസെപ്റ്റിലേക്ക് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കിടക്കുന്നില്ല. അത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് സെഷൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ജസ്റ്റ് ആ ഒരു വിഷ്വലൈസേഷൻ പ്രോപ്പറായിട്ട് കിട്ടാൻ വേണ്ടി മാത്രമാണ് ഞാനിപ്പോൾ ഇത് ഷെയ്ഡ് ചെയ്യുന്നത്. ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ ടോൺസ് ഒന്നും ഞാൻ കാണിക്കുന്നില്ല. ഒരു ബേസിക് ലൈറ്റ്സ് ആൻഡ് ഷെയ്ഡ്സ് ആണ് കൊടുക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഈ ഒരു ഭാഗത്ത് കമ്പാരിറ്റീവ്ലി ഡാർക്കർ ആയിട്ടുള്ള ഷെയ്ഡ്സ് ആയിരിക്കും വരുന്നുണ്ടാവുക. ഇതുപോലെ ആയിരിക്കും ഈ ഒരു കോണ് നമുക്ക് വിസിബിൾ ആയിട്ടുണ്ടാവുക. ഓക്കെ, നമ്മളിപ്പോൾ ക്യൂബ്, ക്യൂബോയിഡ്, സിലിണ്ടർ, കോണ്, പിരമിഡ് ഇതെല്ലാം കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് പഠിച്ചു. അപ്പോൾ ഈ കോൺസെപ്റ്റ് ബേസ് ചെയ്തിട്ട് തന്നെയാണ് ബാക്കി എല്ലാ ഷേപ്സിൻ്റെ കൺസ്ട്രക്ഷൻ വരുന്നത്. നമ്മൾ ഒബ്ജക്ട്സ് കൺസ്ട്രക്ട് ചെയ്യുന്നത് ഈ ബേസ് വെച്ചിട്ടാണ്. സോ നമുക്കിനി എങ്ങനെയാണ് ഈ ഒരു ബേസിക് ജോമെട്രിക് ഷേപ്സ് എന്ന് പതുക്കെ ഷേപ്സിനെ ഡെവലപ്പ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അതായത് മെർജ് ചെയ്യുന്നത്, കട്ട് ചെയ്യുന്നത്, അതൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ഞാൻ ആദ്യം ഒരു ബേസ് ഷേപ്പായിട്ടുള്ളൊരു ക്യൂബ് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ ഞാൻ ഫ്രീ ഹാൻഡ് ആയിട്ടാണ് ഇനി വരയ്ക്കുന്നത്. സ്കെയിൽ യൂസ് ചെയ്യുന്നില്ല. ആൻഡ് ഓൾസോ പ്രോപ്പർ ഡയമെൻഷൻസിലല്ല വരയ്ക്കുന്നത്. അപ്പോൾ ഇതിലിനി അഗെയിൻ ഒരു ബേസ് ലൈനായിട്ട് എടുത്തിട്ടുണ്ട്. വേർട്ടിക്കൽ ലൈൻ റെഫറൻസ് എടുത്തിട്ടുണ്ട്. ഓക്കെ, 30 ഡിഗ്രിയിൽ ഞാനിവിടെ ഗൈഡ് ലൈൻസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ക്യൂബിൻ്റെ ബേസ് എടുത്തിട്ടുണ്ട്. ഇനി സെയിം ഹൈറ്റിൽ തന്നെ 4 വേർട്ടെക്സ് എന്നും സെയിം ഹൈറ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദെൻ പാരലലി ലൈൻസ് വരയ്ക്കാം. നമുക്ക് എന്ത് കിട്ടും? ഇപ്പോൾ ഇതുപോലൊരു ക്യൂബ് കിട്ടും അല്ലേ? ഇനി ഈ ക്യൂബിനെ നമുക്ക് എങ്ങനെ അൾട്ടർ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ഈ വിസിബിൾ ലൈൻസിനെ ഹൈലൈറ്റ് ചെയ്തിട്ട് ഒരു ക്യൂബായിട്ട് എടുക്കുകയാണ് ചെയ്തത്. ഇനി നമ്മളിപ്പോൾ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള ഈ ക്യൂബിനെ എങ്ങനെ മറ്റൊരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാം? ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഇവിടെ ഞാനൊരു പോയിന്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ പോയിന്റ് ഈ ലൈനിന് പാരലായിട്ട് ഇവിടെ മാർക്ക് ചെയ്തു. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ താഴെ ഒരു പോയിന്റ് മാർക്ക് ചെയ്തിട്ട് അത് ഈ പോയിന്റിനെ മാർക്ക് ചെയ്തിട്ട് ഇതാ ഇവിടെ ലൈൻ മാർക്ക് ചെയ്തു. ഓക്കെ, ഇനി ഈ 2 ലൈൻസ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? അവിടെ ഒരു ഹെഡ്ജ് കട്ട് ചെയ്തിട്ടുള്ള ഒരു ഫോം നമുക്ക് കിട്ടും. ഓക്കെ, ക്ലിയർ ആണോ? ഇതേപോലെ തന്നെ നമുക്ക് ഓരോരോ എഡ്ജസിലും ചേഞ്ചസ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് ആയിട്ടുള്ള ഷേപ്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും.
വേറെ എക്സാമ്പിൾ ഇവിടെ നോക്കാം. ഇവിടെ ഞാൻ ഈ ഒരു പോയിന്റിൽ ഒരു ലൈൻ മാർക്ക് ചെയ്തിട്ടുണ്ട്, പാരലായിട്ട് അതിനെ കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് അഗെയിൻ താഴെ ഇതിന് പാരലായിട്ടൊരു ലൈൻ മാർക്ക് ചെയ്യുന്നുണ്ട് ആൻഡ് അതിനെ രണ്ടിനെ കണക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ ഇനി വിസിബിൾ ലൈൻസിനെ ഹൈലൈറ്റ് ചെയ്യുമ്പോൾ ഇതാ ഇതുപോലെ ആയിരിക്കും ഈ ഒരു സൈഡ് വരുന്നുണ്ടാവുക. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ ഒരു ക്യൂബിൽ നിന്നാണ് ഈ ഒരു ഷേപ്പ് കൺസ്ട്രക്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഓക്കെ, ദെൻ ഇവിടെ ജസ്റ്റ് ഒന്ന് ഇതാ ഈ ഒരു സർഫസ് നമുക്ക് വിസിബിൾ ആയിരിക്കും, ഈ ഒരു സർഫസ് വിസിബിൾ ആയിരിക്കും, അതുപോലെ തന്നെ ഈ സർഫസ് വിസിബിൾ ആയിരിക്കും, ദെൻ ഈ രണ്ട് സർഫസ്. ഓക്കെ, ഇത്രയാണ് വിസിബിൾ സർഫസസ് വരുന്നത്. ഇവിടെ കമ്പാരിറ്റീവ്ലി കുറച്ചൊരു ഡാർക്കർ ഷെയ്ഡായിരിക്കും വരുന്നുണ്ടാവുക. ഓക്കെ, ഇനി ഈ സെയിം കോൺസെപ്റ്റിൽ തന്നെ എങ്ങനെ ഒരു ഡിഫറെൻറ്റ് ഓൾട്ടർനേഷൻ വരുത്തുന്നത് നോക്കാം. ഇതേപോലെ തന്നെ ബേസ് ലൈൻ മാർക്ക് ചെയ്തിട്ട് ക്യൂബിൻ്റെ ബേസ് ഒരു ക്യൂബോയിഡിനെ ബേസ് ചെയ്തിട്ട് ഞാനൊരു ഷേപ്പ് കൺസ്ട്രക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ 30 ഡിഗ്രിയിൽ ഞാനൊരു ക്യൂബോയിഡ് കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു സൈഡ് ഞാൻ ഈക്വലായിട്ടാണ് എടുക്കുന്നത്. ഓക്കെ, ഇത്ര ലെങ്ത്തിലാണ് എടുക്കുന്നത്. പാരലായിട്ട് തന്നെ ലൈൻ വരച്ചിട്ടുണ്ട്. ദെൻ ഹൈറ്റ് സെയിം ഹൈറ്റ് തന്നെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിന് പാരലായിട്ട് തന്നെ നമ്മൾ ലൈൻ എടുക്കുമ്പോൾ നമുക്ക് ഈക്വൽ ആയിട്ടുള്ള ഓക്കെ ഇതുപോലെ നമുക്കൊരു ക്യൂബോയിഡ് കിട്ടും. ഇനി ഈ ക്യൂബോയിഡിനെ എങ്ങനെയാണ് ഓൾട്ടർ ചെയ്യാൻ പോകുന്നത് നോക്കിക്കേ. ഇവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ രണ്ട് പോയിന്റ്സിനെ താഴേക്ക് ഇതുപോലെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ചെയ്ത സെയിം മെത്തേഡാണ്, ബട്ട് ഞാൻ ഇതിനെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് കണക്ട് ചെയ്യുന്നില്ല. ഇവിടെ നിന്ന് ഇങ്ങനെ കർവ് ചെയ്തിട്ടാണ് കളക്ട് ചെയ്യാനായിട്ട് പോകുന്നത്. ആൻഡ് അഗെയിൻ ഇവിടെയും സെയിം മെത്തേഡിൽ തന്നെ താഴേക്ക് മാർക്ക് ചെയ്തതിന് ശേഷം ഇതാ ഇതുപോലെ ഇങ്ങനെ കർവ് ചെയ്ത് കണക്ട് ചെയ്യുന്നുണ്ട്. സെയിം ബാക്കിയുള്ള പോർഷൻസിൽ നമുക്ക് ഇതുപോലെ തന്നെ ചെയ്യാം. ഓക്കെ, എന്താ ചെയ്യുന്നത്? ഒരു പോയിന്റ് മാർക്ക് ചെയ്യുന്നു, അതിനെ നേരെ താഴേക്ക് കണക്ട് ചെയ്യുന്നു. ഇതേ ഡിസ്റ്റൻസിൽ ആ വേർട്ടെക്സിന് വേറെ പോയിന്റ് മാർക്ക് ചെയ്യുന്നു, അതിനെയും താഴേക്ക് കണക്ട് ചെയ്യുന്നു. ദെൻ അവിടെ രണ്ടും കൂടെ കണക്ട് ചെയ്യുന്ന ഒരു ഓവൽ മാർക്ക് ചെയ്യുന്നു, ടാൻജൻറ്റ് വരക്കുന്നു. ഓക്കെ, യെസ്. ഇനി ഈ ഷേപ്സിനെ ഞാൻ കണക്ട് ചെയ്യുമ്പോൾ നമുക്കൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഷേപ്പ് ഫോം ചെയ്യും. ഓക്കെ, ആദ്യം ഞാൻ ടോപ്പ് സർഫസ് മാർക്ക് ചെയ്ത് കാണിച്ചു തരാം. നോക്കിക്കേ, ഇതുപോലൊരു ഷേപ്പാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ ഒരിക്കലും ഈ ഒരു പോർഷൻ വരെ എന്ത് വരുന്നില്ല, ഒരു എഡ്ജ് വരുന്നില്ല. ഇവിടെ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു സർഫസ് ആയിരിക്കും, പിന്നെ അത് കർവ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ഒരു എഡ്ജ് അവിടെ ക്രിയേറ്റ് ആവാത്ത രീതിയിൽ കർവ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന എഡ്ജുകളൊക്കെ നമ്മൾ കർവ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു ജോമെട്രിക് ബോക്സ് വരയ്ക്കുമ്പോൾ അതല്ലെങ്കിൽ ഇപ്പോൾ ഒട്ടുമിക്ക നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഒട്ടുമിക്ക ഒബ്ജക്ട്സ് എന്താണ്, കർവ്ഡ് അല്ല. നമ്മളങ്ങനെ വരയ്ക്കുമ്പോൾ നമ്മളൊരു ജോമെട്രി ബോക്സ് വരയ്ക്കുമ്പോൾ എപ്പോഴും നമ്മൾ ചെയ്യുന്ന മിസ്റ്റേക്ക് എന്താണ്, ഇതുപോലെ ഷാർപ്പ് എഡ്ജായിട്ട് വരയ്ക്കും അല്ലേ, വിച്ച് ഈസ് റോങ്. ഒരു ജോമെട്രി ബോക്സിൻ്റെ എഡ്ജസ് ഒരിക്കലും ഷാർപ്പ് അല്ല. നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ ഹാൻഡി ആയിട്ട് യൂസ് ചെയ്യുന്ന ഏതൊരു ഒബ്ജക്റ്റ് ആണെന്നുണ്ടെങ്കിലും ഏതൊരു പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിലും ഷാർപ്പ് എഡ്ജസ് ആയിരിക്കില്ല, അതിനൊരു കർവി എഡ്ജ് ആയിരിക്കും. എന്താണ് നമ്മുടെ ഇഞ്ചുറീസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടും യൂസർ കംഫർട്ടിന് വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനത്തെ പ്രൊഡക്ട്സ് ഒക്കെ നമ്മൾ വരയ്ക്കുമ്പോൾ ഒബ്ജക്ട്സ് വരയ്ക്കുമ്പോൾ ഇതുപോലെ എഡ്ജസ് ഒക്കെ കർവ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് ഒരു കൺസ്ട്രക്ഷൻ ടെക്നിക്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇതുപോലെ ഇനി ഏതൊരു ഷേപ്പിലും ഓൾട്ടർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ കൺസ്ട്രക്ഷൻ ടെക്നിക്ക് യൂസ് ചെയ്യാം. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ഇവിടെ ഞാനൊരു സിലിണ്ടറിനെ കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഞാൻ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു ബേസ് വരച്ചിട്ടുണ്ട്. ആ ബേസിന് മുകളിലായിട്ട് സെയിം ബേസ് തന്നെ ഒരു ക്യൂബോയിഡായിട്ട് മാറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്തിട്ടൊരു സിലിണ്ടർ കൺസ്ട്രക്ട് ചെയ്യുവാണ്. ഓക്കെ, ഇവിടെ ഒരു സിലിണ്ടർ കൺസ്ട്രക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ബട്ട് ഈ സിലിണ്ടറിനെ ഞാൻ കംപ്ലീറ്റ്ലി വിസിബിൾ ലൈൻസ് മാർക്ക് ചെയ്യാണ്ട് അതിനെ കട്ട് ചെയ്ത് കൊടുക്കാൻ പോവാണ്. ഓക്കെ, ഇതുപോലെ കട്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഈ ഒരു ഷേപ്പിൽ നിന്ന് തന്നെ നമുക്കൊരു ഹാഫ് കട്ടായിട്ടുള്ള സിലിണ്ടർ കിട്ടും. ഇതുപോലെ ഒരു ഹാഫ് കട്ട് സിലിണ്ടറിക്കൽ ഷേപ്പ് നമുക്ക് ഇവിടുന്ന് ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റും. ഇതുപോലെ ഏത് ഷേപ്പ് വേണമെന്നുണ്ടെങ്കിലും ഈ ഒരു മോഡൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിലോട്ട് ഇതുപോലൊരു ഷേപ്പ് ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഒരു ഷേപ്പ് കിട്ടും. ഓക്കെ, ഇതുപോലെ ഏതൊരു ഷേപ്പ് വേണമെന്നുണ്ടെങ്കിലും ഈ ഒരു കോൺസെപ്റ്റിൽ നമുക്ക് കൺസ്ട്രക്ട് ചെയ്തെടുക്കാം. ഓക്കെ, ഇനി കോൺ ആണെന്നുണ്ടെങ്കിലും പിരമിഡ് ആണെന്നുണ്ടെങ്കിലും ഇതിനെ ഓൾട്ടർ ചെയ്തിട്ടാണ് നമ്മൾ മറ്റ് ഒബ്ജക്ട്സ് ഒക്കെ വരയ്ക്കുന്നത്.
ഒരു സിലിണ്ടർ വരയ്ക്കാൻ അറിയാത്ത ഒരാൾക്ക് ഒരിക്കലും ഒരു ടോർച്ച് വരയ്ക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ഏതൊരു ഒബ്ജക്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിലും ബേസിക് ഷേപ്സ് ഇമാജിൻ ചെയ്തിട്ട് അതിൽ നിന്ന് കൺസ്ട്രക്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. അതിൻ്റെ വോളിയം എത്രത്തോളാണെന്ന് നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. സോ ഇതൊക്കെയാണ് കൺസ്ട്രക്ഷൻ ടെക്നിക്കിൻ്റെ യൂസസ് വരുന്നത്. കൺസ്ട്രക്ഷൻ ടെക്നിക്ക് എന്താണെന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തു. എങ്ങനെയാണ് ബേസിക് ഫോംസ് കൺസ്ട്രക്ട് ചെയ്യാമെന്നും പഠിച്ചു. ഇനി അപ്ലിക്കേഷൻ ലെവലിലേക്ക് വരുന്ന സമയത്ത് ഒരുപാട് യൂസസ് ഉണ്ട്. പ്രോപ്പറായിട്ടൊരു കോമ്പോസിഷൻ ബാലൻസ് ചെയ്യാനായിട്ട്, മൾട്ടിപ്പിൾ ഷേപ്സിനെ മെർജ് ചെയ്യാനായിട്ട്, കട്ട് ചെയ്യാനായിട്ട്, പല ഫോംസ് ഡിറൈവ് ചെയ്യാനായിട്ടൊക്കെ നമ്മൾ ഈ മെത്തേഡ് യൂസ് ചെയ്യുന്നുണ്ട്. ഈ കൺസ്ട്രക്ഷൻ ടെക്നിക്കിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. ഓക്കെ, ഇപ്പോൾ 2 ക്യൂബോയിഡ്സിനെ ഞാനിവിടെ വരയ്ക്കുന്നുണ്ട്. നമ്മളിതുവരെ വരച്ചിട്ടുണ്ടായിരുന്നത് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഷേപ്സ് ആണ്. ഇപ്പോൾ ഇവിടെ ഞാൻ അടുത്തായിട്ട്, അതായത് ഒരു ക്യൂബോയിഡിൻ്റെ അടുത്തായിട്ട് തന്നെ മറ്റൊരു ക്യൂബോയിഡ് നിൽക്കുന്ന രീതിയിൽ 2 ക്യൂബോയിഡ്സ് വരയ്ക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഞാനൊരു ക്യൂബോയിഡ് ഐസോമെട്രിക് ആയിട്ടാണ് വരയ്ക്കുന്നത്. കൺസ്ട്രക്ഷൻ ലൈൻസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. ഡയറക്റ്റ്ലി വിസിബിൾ എഡ്ജസ് ആണ് ഞാൻ വരയ്ക്കുന്നത്. പലപ്പോഴും നമ്മൾ ഇതുപോലെ ആയിരിക്കും ഒരു ക്യൂബോയിഡ് വരയ്ക്കുന്നുണ്ടാവുക, അല്ലേ? വിസിബിൾ എഡ്ജസ് മാത്രം. പലപ്പോഴും ഇപ്പോൾ ഞാൻ കൺസ്ട്രക്ഷൻ പഠിപ്പിക്കുന്ന സമയത്ത് നിങ്ങൾ ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാവാം, എന്തുകൊണ്ട് നമ്മൾ ഈ ഗൈഡ് ലൈൻസ് ഒക്കെ യൂസ് ചെയ്യുന്നു, ഡയറക്റ്റ്ലി അങ്ങ് വരച്ചാൽ പോരെ എന്ന് ചിന്തിച്ചിട്ടുണ്ടാവാം. അപ്പോൾ അതിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ് ഇപ്പോൾ ഇവിടെ ഞാൻ പറയാൻ പോകുന്നത്. ഇതിൽ ഞാൻ ഒരു ക്യൂബോയിഡ് ഇതിൻ്റെ അടുത്തായിട്ട് തന്നെ പ്ലേസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതിൻ്റെ കുറച്ച് പുറകിലായിട്ടാണ് ഈ ഒരു ക്യൂബോയിഡ് നിൽക്കുന്നത്. ഓക്കെ, 2 ക്യൂബോയിഡ്സ് ആണ് അല്ലേ? ഒറ്റ നോട്ടത്തിൽ കാര്യമായിട്ട് ഇഷ്യൂസ് ഒന്നുമില്ല. 2 ക്യൂബോയിഡ്സും, ഇവിടെ ഒരു ക്യൂബോയിഡ് ഉണ്ട്, അതിൻ്റെ പുറകിലായിട്ട് മറ്റൊരെണ്ണം ഉണ്ട്. ഇതിലെന്തെങ്കിലും മിസ്റ്റേക്സ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഈ ഒരു ഡ്രോയിങ്ങിൻ്റെ അകത്ത്? ഇത് വരച്ചതിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്സ്? 2 ഇൻഡിവിജ്വൽ ക്യൂബോയിഡ്സ് ആണ്. ഒരു ഫ്ലാറ്റ് സർഫസിൽ ഇതുപോലെ ഒരെണ്ണം അതിൻ്റെ പുറകിൽ വേറെ ഒരെണ്ണമായിട്ട് പ്ലേസ് ചെയ്തേക്കുവാണ്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് മനസ്സിലാവുന്നുണ്ടോ? ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവണം എന്നില്ല, കാരണം നമ്മൾ വിസിബിൾ എഡ്ജസ് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. നമുക്കിതിൻ്റെ ഇൻവിസിബിൾ എഡ്ജസ് കൂടെ ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കാം. ഓക്കെ, ഞാനിവിടെ ഈ ഫസ്റ്റ് ക്യൂബോയിഡിൻ്റെ ഇൻവിസിബിൾ എഡ്ജസ് ഇതുപോലെ മാർക്ക് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ആയിരിക്കുമല്ലോ ഉണ്ടാവുക, നമുക്ക് കാണാൻ പറ്റാത്ത സൈഡിലുള്ള എഡ്ജസ് ഇതുപോലെ ആയിരിക്കും അല്ലേ? അപ്പോൾ നമുക്കിതിൻ്റെ ബേസ് കിട്ടും. ഇതാ ഇത്രയാണ് ഇതിൻ്റെ ബേസ് വരുന്നത്. ഇതാ ഈ ഒരു പോർഷനാണ് ഈ ഒരു ക്യൂബോയിഡിൻ്റെ ബേസ് വരുന്നത്. ഇനി നമുക്ക് ഈ ക്യൂബോയിഡിൻ്റെ ഇൻവിസിബിൾ സൈഡ്സ് വരയ്ക്കാം. ഓക്കെ, ഇങ്ങനെ ആയിരിക്കും വരുന്നുണ്ടാവുക അല്ലേ? അതിൻ്റെ ബേസ് നമ്മൾ മാർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓക്കെ, ഇപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് ഈ 2 ക്യൂബോയിഡ്സും തമ്മിൽ ഓവർലാപ്പ് ചെയ്യുന്നുണ്ട്. അത് ഓവർലാപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ അത് വിസിബിൾ ആയിരിക്കണം, പക്ഷെ അത് കാണുന്നില്ല അല്ലേ? ഇവിടെ കറക്റ്റായിട്ട് ഇൻവിസിബിൾ ലൈൻസ് വരക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഈ ഒരു ക്യൂബോയിഡിൻ്റെ അകത്തോട്ട് കയറിയിട്ടാണ് നിൽക്കുന്നത്, വിച്ച് ഈസ് നോട്ട് പോസിബിൾ. 2 ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ക്യൂബോയിഡ്സ് ഒരിക്കലും ഇങ്ങനെ ഓവർലാപ്പ് ചെയ്യുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു റോങ് ഇമേജ് ആണ്. നമ്മളിത് കൺസ്ട്രക്ട് ചെയ്ത് വരക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ ഒരു കീബോർഡിൻ്റെ ബേസ് ഇതുപോലെ വരയ്ക്കുന്നുണ്ടെങ്കിൽ, ഓക്കെ, ഇപ്പോൾ ഇങ്ങനെയാണ് ഒരു കീബോർഡ് നമ്മൾ വരയ്ക്കുന്നതെങ്കിൽ, കൺസ്ട്രക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകിലുള്ള കീബോർഡ് വരയ്ക്കുമ്പോൾ നമുക്കറിയാം അതിൻ്റെ ബേസ് തമ്മിൽ ഓവർലാപ്പ് ചെയ്യുന്നുണ്ടോ. ഓക്കെ, ഇപ്പോൾ ഈ ഒരു മോഡിലാണ് ഞാൻ ഇതിൻ്റെ സൈഡ് വരയ്ക്കുന്നത്. ബേസ് ഇതുപോലെയാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഈ ഒരു രീതിയിലായിട്ട് ഒരു കീബോർഡ് വരയ്ക്കുന്നുണ്ട്. ഇപ്പോൾ ജസ്റ്റ് ഞാൻ എഡ്ജസ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് തരാം. ഇതുപോലെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടാനായിട്ട് ജസ്റ്റ് ഒന്ന് നമുക്ക് ഈ ഒരു സർഫസ് ഒന്ന് റെൻഡർ ചെയ്യാം. ഓക്കെ, ലൈറ്റ് ആൻഡ് ഷാഡോ ഒന്നും കൺസിഡർ ചെയ്തിട്ടില്ല, ജസ്റ്റ് ആ ഒരു സർഫസിൻ്റെ ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. യെസ്, ഉണ്ടല്ലേ? അപ്പോൾ ഇവിടെ ഇത് രണ്ടും പ്രോപ്പറായിട്ട് പ്ലേസ് ചെയ്യാൻ പറ്റും, കാരണം അതിൻ്റെ ബേസ് തമ്മിൽ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, ഓവർലാപ്പ് ചെയ്യുന്നില്ല. അപ്പോൾ ഇത് ഒരു പ്രോപ്പറായിട്ടുള്ള മെത്തേഡാണ്. യെസ്, ഇതൊരു പ്രോപ്പർ മെത്തേഡാണ്.
ഓക്കെ. അപ്പോൾ ഇവിടെ വരുന്നത് ഓവർലാപ്പിംഗ് വരുന്നുണ്ട്. ഇവിടെ ഓവർലാപ്പ് ചെയ്യുന്നില്ല. ഓക്കെ. അപ്പോൾ കൺസ്ട്രക്ഷൻ ലൈൻ ടെക്നിക്ക് യൂസ് ചെയ്ത് വരക്കുമ്പോഴാണ് നമുക്കിത് കറക്റ്റായിട്ട് മനസ്സിലാവുന്നത്. അതുപോലെ തന്നെ ഒരു ഒബ്ജക്റ്റിൻ്റെ മുകളിൽ ഒരു ഒബ്ജക്റ്റ് വരുന്നതായിട്ട് വരയ്ക്കുന്ന സമയത്ത് കൺസ്ട്രക്ഷൻ ടെക്നിക്ക് യൂസ് ചെയ്ത് ഈസിലി നമുക്ക് വരയ്ക്കാനായിട്ട് പറ്റും. അതുപോലെ ഒരു ഒബ്ജക്റ്റിനെ കട്ട് ചെയ്തെടുക്കാനായിട്ട്, മെർജ് ചെയ്തെടുക്കാനായിട്ടൊക്കെ ഈ ഒരു കോൺസെപ്റ്റ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇതുപോലെ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഈ ഒരു കൺസ്ട്രക്ഷൻ ലൈൻ ടെക്നിക്ക് എന്ന് പറയുന്ന കോൺസെപ്റ്റിന് വരുന്നുണ്ട്. BAർക്കാണെങ്കിലും BDS ആണെന്നുണ്ടെങ്കിലും എൻട്രൻസ് എക്സാംസിൻ്റെ ഡ്രോയിങ് പാർട്ടിൻ്റെ പ്രിപ്പറേഷനിൽ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് തന്നെയാണ് കൺസ്ട്രക്ഷൻ ലൈൻ ടെക്നിക്ക്. ഇതുപോലത്തെ ഒരുപാട് കോൺസെപ്റ്റുകൾ നമ്മുടെ ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് പറ്റും. നമ്മുടെ ബാച്ചസിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നിങ്ങൾ +2 പഠിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൺഡേസിലും സെക്കൻഡ് സാറ്റർഡേസിലും വീക്കെൻഡ് ബാച്ചസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. അതല്ലെങ്കിൽ ഷോർട്ട് ടേം ആയിട്ട് പഠിച്ചെടുക്കാൻ ക്രാഷ് ബാച്ചസ് ഉണ്ട്. ഓർ 1 ഇയർ സ്പെൻഡ് ചെയ്ത് പഠിക്കാനായിട്ട് റിപ്പീറ്റ് ബാച്ചസും വരുന്നുണ്ട്. സോ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് 808611 933 എന്ന് പറയുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇന്നത്തെ സെഷൻ റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ്. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ഇറ്റ്സ് മീ ഫെബിൻ സൈനിങ് ഓഫ്.